അപ്പോഴേ നമ്മുടെ അരാന്തരയുടെ വേണ്ട അടുത്ത സ്റ്റോക്കാണ് ഇത്. അപ്പം അതായത് നമ്മൾ പഴയത് ഒന്നെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ, ബാക്കി ഇത്രയും കൂടെ നമുക്കിനി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവരൊക്കെ എങ്ങനെ പോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിന്ന് പോട്ട് ചെയ്യുന്നതും കൂടെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ. വാങ്ങിക്കുന്നവർക്ക് പോട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. അപ്പം ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഇത് പെട്ടെന്നാണ് പോട്ട് ചെയ്യാൻ പറ്റുന്നത്. മറ്റേ പെട്ടെന്ന് നമുക്ക് കരിക്കട്ടയിൽ നുള്ളൊക്കെ ഇട്ടിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. അതേപോലെ നോക്കാനും എളുപ്പമാണ് കേട്ടോ. വല്ല കെയറിങ്ങും ഒരുപാട് പ്രയാസമില്ല. സാധാരണ മുറിച്ചിട്ടിൻ്റെ അത്രയും പ്രയാസമൊന്നുമില്ല. മൊക്കാറയും അരാന്തരയൊന്നും പോട്ട് ചെയ്യുന്നതിനും കെയർ ചെയ്യുന്നതിനൊന്നും. എന്താ കണ്ട എന്താ ഭംഗിയാന്ന് നോക്കി. രണ്ടെണ്ണം ഒരു ചട്ടിക്കകത്ത് രണ്ടെണ്ണം വെച്ച് പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നിനകത്ത് ഫ്ലവർ ഇല്ലെങ്കിലും ഒന്നിനകത്ത് ഫ്ലവർ കാണും കേട്ടോ. ഈ അരാന്തരം നമ്മൾ നേരത്തെ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നോക്കി. അപ്പോൾ ഇത് ഞാൻ കമ്പൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ വെറുതെ ഒരു കമ്പ് രണ്ടെണ്ണം ആയതുകൊണ്ട് ഞാൻ ഒരു കമ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. ആ കമ്പൊന്നും ഇല്ലെങ്കിലും സ്റ്റഡിയായിട്ട് അങ്ങ് പൊക്കോളും. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പ്ലാന്റായി. ഈ സൈഡിൽ നിന്ന് വേറെ പൊട്ടിക്കിടിച്ച് വേറെ പ്ലാന്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പ്രൊപ്പഗേഷൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മളിതാ ഇതേപോലെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്, കട്ടിക്കകത്തിട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു പൈപ്പ് ഇങ്ങനെ വെക്കുക. ഈ പൈപ്പ് ഫില്ലാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് രണ്ട് തൊണ്ട് നമുക്ക് വെക്കാം. അല്ലെങ്കിൽ മിറ്റിലിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ മിറ്റിലില്ലാത്തതുകൊണ്ട് ഉണ്ടോ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ടേ. ഇതൊന്ന് ഫിറ്റായി നിൽക്കുന്ന വരെ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാതെ. അതിനുശേഷം നമുക്കിത് ഈ റൂട്ട് തന്നെ ഇതിനകത്ത് തന്നെ വളച്ച് വെക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ അങ്ങ് വെക്കുക. ഈ റൂട്ട് നോക്കണ്ട, പുതിയ റൂട്ട് വന്നോളൂ. എങ്കിലും ഈ റൂട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കണേ. എന്നിട്ട് ഇതാ അടുത്ത കിളിയും കൂടെ നമ്മളിങ്ങനെ വെക്കുകയാണ്. നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാതെ. ചെടി എന്നിട്ടുണ്ട്. നമ്മൾ ചെടിക്ക് വലിയ ടൈറ്റായിട്ട് താഴോട്ടൊന്നും ഇറക്കി വെക്കണ്ട. ഇത് നല്ല റൂട്ടാണ് കേട്ടോ, നല്ല കട്ടിയുള്ള റൂട്ടാണ്. ഇതൊന്ന് തിക്കായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ രണ്ട് തൊണ്ട് ഇരിക്കുന്നതായിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു പൈപ്പ് വെച്ചതേ ഉള്ളൂ. നല്ലൊരു പൈപ്പ് വെച്ച് ഇതേപോലെ വെച്ചിട്ട് അടിയിൽ നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന കരിക്കട്ടയ്ക്ക് വരെ ആദ്യമേ ശാലം മെറ്റിലിട്ടൊന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ പുറത്ത് കരിക്കട്ട വാരിയിട്ടിട്ട് അങ്ങനെ സെറ്റാക്കി. അപ്പോൾ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിപ്പോൾ നീളമുള്ള പൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നീളമുള്ള ഒരു പൈപ്പ് എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ചവിട്ടിട്ട് ആ മെറ്റിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ മെറ്റിലിടുന്നതുകൊണ്ട് ഈ പൈപ്പ് നല്ല കട്ടിക്ക് നിൽക്കും, അതേപോലെ വെള്ളം മാർന്നു പോവുകയും ചെയ്യും. കണ്ടോ, മെറ്റിലിട്ടപ്പം സെറ്റായി നിന്നുണ്ടോ. നമുക്ക് ഇതിനകത്ത് കുറച്ച് കരിക്കട്ട ഇട്ട് കൊടുക്കാതെ. കരിക്കട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ ഭംഗി കണ്ടുകൊണ്ട് ഒത്തിരി പേര് ഈ ചെടി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്നവർക്കെല്ലാം പോട്ടിങ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കമ്പിനകത്ത് ഫിറ്റായിരിക്കണം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
നമുക്ക് ഇതിനകത്ത് കൊണ്ടുവച്ച് കൊടുക്കാവേ. നമ്മൾ തൊണ്ടും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഈ ലാസ്റ്റ് വരുന്ന ഇലയുണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്താൽ കളയുന്നതായിരിക്കും നല്ലത്. അത് അവിടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ അഴുകി പോകും. അത് നമ്മൾ എത്രയും മാറ്റാൻ പറ്റുന്ന ഒരു 3-4 ഇലയെങ്കിലും ഒന്ന് മാറ്റിയിട്ട് പോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ പാല് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഈ റൂട്ടൊന്ന് നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് അതിനകത്ത് തന്നെ ഒന്ന് വെച്ചിരുന്നാൽ മതിയേ. റൂട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് അതിനകത്ത് വെച്ചിരുന്നാൽ മതി. നല്ല കട്ടിയുള്ള റൂട്ടാണ്. ഇതാണ് നമ്മുടെ ചെടി. അടുത്തത് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ പോട്ടിങ്. ഉണ്ടോ ആണ് നമ്മുടെ അരാന്തര പോട്ടിങ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോട്ടിങ് ആണ് ഇതിൻ്റെ.